മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ഇടക്കാല ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. ഇ ഡി അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും വീണ വിജയനും പിണറായി വിജയനൊക്കെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ ആശ്വാസവും തീർന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ വീണയുടെ പേരിലുള്ള കുരുക്ക് മുറുകിയിരിക്കുകയാണ്. ഇനി യാതൊരു സംശയമില്ല, ഇനി അത്ര എളുപ്പത്തിൽ ഊരി വരാൻ കഴിയില്ല. കാര്യം ശശിധരൻ കർത്ത നൽകിയ മൊഴി എന്ന് പറയുന്നത് അത്രത്തോളം ഇവർ ചെയ്ത സേവനത്തിനായിരുന്നില്ല, ബന്ധത്തിന്റെ പേരിൽ നൽകിയ പണമായിരുന്നു എന്നാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിന്ന് ഇനി വീണ വിജയന് ഊരി വരാൻ കഴിയില്ലല്ലോ. വീണ വിജയൻ ഊരി വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതിലുള്ള പ്രശ്നം പിണറായി വിജയന്റെ താല്പര്യത്തിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ചോദിച്ചിട്ടുണ്ടോ, അതിന് അയാൾക്ക് എന്തെങ്കിലും തിരിച്ച് സൗജന്യം കിട്ടിയിട്ടുണ്ടോ, പിണറായി വിജയന് പൈസ കൊടുക്കുന്നതിന് എന്തെങ്കിലും ഗുണം കിട്ടണോ, എന്തെങ്കിലും അതിന്റെ പരിഹാരമായി കിട്ടിയിട്ടുണ്ടോ, ഇത്തരം അന്വേഷണങ്ങൾ വേറെ വരണം. കാരണം പിണറായി വിജയന് ഞാൻ പൈസ കൊടുത്തു എന്ന് പറഞ്ഞാൽ തീർച്ചയായും മുഖ്യമന്ത്രി പൈസ വാങ്ങി എന്ന് പറയുന്നത്, മുഖ്യമന്ത്രിയുടെ താല്പര്യത്തിന് പൈസ വാങ്ങി എന്ന് പറയുന്നത് ഒരു അഴിമതി തന്നെയാണ്. അഴിമതിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ഇത് തുടക്കം മുതൽ തന്നെ ഈ കാശ് വെറുതെ കൊടുത്തതാണെന്നും അത് വീണ വിജയന് വേണ്ടിയല്ല പിണറായി വിജയന് വേണ്ടിയാണ് കൊടുത്തതെന്നുള്ളതൊക്കെ വ്യക്തമാണ്. പീഡിനി എന്ത് ചെയ്യുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ പണം വീണ പിണറായി വിജയന് കൊടുത്തുവോ, അതോ വീണ സ്വന്തം കയ്യിൽ വെച്ചുവോ, വീണ ഏതെങ്കിലും കാര്യത്തിൽ ചെലവാക്കിയോ? അപ്പൊ വീണയുടെ സ്വത്ത് കണ്ടുകെട്ടുന്ന ഒരു കാര്യവുമായി മുമ്പോട്ട് ഇ ഡി പോകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ വീണയുടെ സ്വത്തുമായി ബന്ധപ്പെട്ട് അതിന്റെ മൂവ്മെന്റ്സ് എന്താണ് എന്ന് അറിയുക വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോൾ പിണറായി വിജയന് കൊടുക്കൂ എന്ന് പറഞ്ഞ് വീണയ്ക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ പറയാണ് ഞാനത് അച്ഛന് കൊടുത്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ചെറിയൊരു ഇളവ് പിണറായി വിജയന് കിട്ടും വേണമെങ്കിൽ. അല്ലെങ്കിൽ CMRL കമ്പനിക്ക് ഇന്ന രൂപത്തിലുള്ള ആനുകൂല്യങ്ങൾ മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടി എന്ന് പറയണം. ഇത് രണ്ടും തമ്മിൽ മാച്ച് ചെയ്യണം. അപ്പോ വീണയ്ക്ക് കിട്ടിയ ഈ പണം എങ്ങോട്ട് ഒഴുകി എന്ന് കണ്ടെത്തണം. അതിന് വീണയുടെ ബാങ്ക് അക്കൗണ്ടും വീണയുടെ സ്വത്തുകളും ഒരുപക്ഷെ കണ്ടുകെട്ടേണ്ടി വരും. അങ്ങനെ വീണയുടെ സ്വത്തുകൾ കണ്ടുകെട്ടുകയാണെങ്കിൽ അത് വലിയൊരു തിരിച്ചടിയാണ്. കാരണം വീണയുടെ ഏതൊക്കെ സ്വത്താണ് ഉള്ളതെന്ന് എനിക്കറിയില്ല, അവരേതൊക്കെ സ്ഥലത്താണ് നിക്ഷേപമുള്ളത്, അവർക്ക് ബാങ്കിലുണ്ടോ, ഇനി അവർ വേറെ വല്ല ഇതിലുമാണോ ഉള്ളത്. അപ്പോൾ അത് അന്വേഷിച്ചാൽ മാത്രമേ കൃത്യമായി പിൻ പോയിന്റ് ചെയ്ത് പിണറായി വിജയനിലേക്ക് ഈ പണം എത്തിയെന്ന് പറയാൻ പറ്റും. അത് പിണറായി വിജയനിലേക്കാണോ എത്തിയത്, പാർട്ടിയിലേക്കാണോ എത്തിയത്, അതോ വേറെ ഏതെങ്കിലും നേതാക്കൾക്കാണോ എത്തിയത്, ഇതിനിടയിൽ വേറെ വല്ല ഇടനിലക്കാരനും ഉണ്ടായിരുന്നോ? ഇപ്പൊ ഒരിക്കൽ വീണയുടെ പൈസ ലോക്കറിൽ നിന്ന് എടുത്തതുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന്റെ ഒരു വിവാദമൊക്കെ ഉണ്ടായി. അത് ലൈഫ് മിഷന്റെ പൈസയാണെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. നമുക്കറിയില്ല അത് ഈ പൈസയാണോ എന്നറിയില്ല. കാരണം ശിവശങ്കരൻ ഇതുമായി ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ശിവശങ്കരൻ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഓഫീസിലുള്ള ആളായിരുന്നു. ശിവശങ്കരൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് സ്വപ്ന ചില അഭിപ്രായങ്ങൾ പറയുന്നു. അത് ഇ ഡി എത്രത്തോളം ഗൗരവത്തിലെടുക്കും? ഇതിലൊക്കെ പ്രധാനമായി പൊളിറ്റിക്കലി ഇപ്പൊ പിണറായി വിജയനെതിരായി ഇ ഡിക്ക് സെൻട്രൽ ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലല്ലേ? ഇല്ലെങ്കിലോ? പിണറായി വിജയനെ കൊടുക്കണമെന്ന് ഇ ഡിക്ക് ഇല്ല എങ്കിൽ, ഇ ഡി എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും കാണുന്ന ഒരു പൊളിറ്റിക്കൽ ടൂളാണ്. ഇ ഡി ഒരു എന്താ പറയുക, സർവ്വസമ്മതമായൊരു കുറ്റാന്വേഷണ ഏജൻസിയല്ല, സത്യസന്ധമായൊരു കുറ്റാന്വേഷണ ഏജൻസിയല്ല. അപ്പൊ അവരുടെ തെളിവ് കിട്ടിയാൽ അവർക്ക് വേണമെങ്കിലും ഒരാളെ രക്ഷപ്പെടുത്താം. അങ്ങനെയാണല്ലോ പല കേസുകളിലും BJP മറ്റു പാർട്ടികളിൽ നാളെ കൊണ്ടുവന്ന് ഇ ഡി കേസെടുക്കും, ഇവിടെ വരുമ്പോൾ വാഷിംഗ് മെഷീനിൽ ഇറക്കും, അങ്ങനെ അയാൾ ക്ലിയർ ആവും. അപ്പൊ ഇ ഡിയുടെ എത്ര അന്വേഷണം, ഇ ഡി, CBI, കസ്റ്റംസ് പലരും അന്വേഷിച്ച് ഇങ്ങനെ ഇവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അങ്ങനെ പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിലുള്ള രക്ഷയ്ക്ക് വരികയാണോ എന്നുള്ളതൊരു കാര്യം അല്ല. അങ്ങനെ ഇപ്പൊ രക്ഷപ്പെടുത്തുകയാണ് എങ്കിൽ, ഇ ഡി പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എങ്കിൽ വീണ്ടും ശക്തമാകില്ലേ കേരളത്തിൽ CPM ഉം BJP യും തമ്മിലുള്ള ധാരണ? അല്ല, ധാരണ ശക്തമാവും. അത് നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വരും. അതൊക്കെ ശരിയാണ്. CPM-നകത്ത് ഇത് എങ്ങനെ എടുക്കുന്നുള്ള ഒരു ചോദ്യമുണ്ട്. CPM ഇതിനെ എങ്ങനെ എടുക്കുന്നു? പിണറായി വിജയന് വേണ്ടി വീണ വിജയൻ 2.75 കോടി രൂപ വാങ്ങി എന്ന് തെളിഞ്ഞാൽ CPM അതെങ്ങനെയാ സ്വീകരിക്കുക? അവിടെയാണ് പ്രധാന ചോദ്യം കിടക്കുന്നത്. CPM-ൽ നേതൃമാറ്റം, ആ മാറ്റം, ഈ മാറ്റം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അത് പിണറായി വിജയനെ മാറാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായി പാർട്ടി കാണുന്നു. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും നിലയ്ക്ക് അങ്ങനെ കാണില്ല. കാരണം CPM-നെ സംബന്ധിച്ച് വല്ലാത്തൊരു പതനമുണ്ട്. പിണറായി അല്ലെങ്കിൽ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തൊരു വലിയ പ്രതിസന്ധിയുണ്ട്. ഗോവിന്ദൻ അതുകൊണ്ടല്ലേ പറയുന്നത് ഞങ്ങൾ എന്തായാലും മാറില്ല, പാർട്ടി സെക്രട്ടറി മാറുന്നുള്ളത് നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത് എന്താ? അതിന് കാരണം പിണറായിയെ മാറ്റാൻ കഴിയുന്ന ഒരു സംഘടനാ സംവിധാനം ഇന്ന് CPM-നില്ല. പകരം വയ്ക്കാൻ അച്യുതാനന്ദനുണ്ടായിരുന്ന കാലത്തോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു, കൊടിയേരി ഉണ്ടായിരുന്നെങ്കിലും നടക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെ സ്വീകാര്യതയുള്ള ഒരു നേതാവില്ല. വേറെ ഇപ്പൊ ബാലഗോപാലാണ് അസംബ്ലിയിലെ നേതാവ്. ബാലഗോപാലിനെ ആക്കുന്നതിന് ഇവർക്ക് ആർക്കും താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ റിയാസിനെ ആക്കുന്നത് ഇതിനേക്കാൾ കുഴപ്പമാണ്. വീണയുടെ
അച്ഛനല്ലേ ഈ ഇദ്ദേഹമാവുന്നുള്ളൂ. വീണയുടെ ഭർത്താവാണ് റിയാസ്. അപ്പൊ ആ ത്രികോണത്തിൽ റിയാസും ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ പെടുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ പാർട്ടി എന്ത് തീരുമാനിക്കും? അതൊരു നിർണായക ഘടകമാണ്. പാർട്ടിക്ക് ഇങ്ങനെ കളങ്കിതനാണ് പിണറായി വിജയൻ എന്ന് EDയുടെ കയ്യിൽ സ്റ്റേറ്റ്മെന്റ് ഇരിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും വേറെ ഒരു എക്സ്പ്ലനേഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല. ഇതുവരെ പറഞ്ഞ തുടക്കം മുതൽ പറഞ്ഞ എല്ലാ അബദ്ധങ്ങളും പോയി. മാത്രമല്ല വീണയെ റെയ്ഡ് ചെയ്യാൻ ചെന്നപ്പോൾ പാർട്ടിക്കാർ വല്ലാതെ ഇളകി വന്നു. ആ പാർട്ടിക്കാർ മിക്കവാറും ആളിലൊക്കെ ഇപ്പൊ ജയിലിലാണ്. 22 പേരിട്ട് ജയിലിലുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഇനിയൊരു പാർട്ടിക്കാരൻ ഇതിനു വേണ്ടി ഒന്നും ഇറങ്ങാൻ പോണില്ല. നാളെ പിണറായി വിജയനെ ചോദ്യം ചെയ്യേണ്ടി വന്നാൽ പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കും? പാർട്ടിക്ക് പിണറായി വിജയനെ മാറ്റി നിർത്തി വേറെ നേതൃത്വത്തെ കൊണ്ടുവന്ന് പാർട്ടി മുമ്പോട്ട് പോകാൻ കഴിയുമോ? പിണറായി വിജയൻ മാറുന്നതിന് മുമ്പ് ഗോവിന്ദൻ മാറേണ്ടതാണ്. അങ്ങനെ കഴിയുമോ? ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തിന് മുമ്പിൽ എന്തുത്തരം പാർട്ടി സ്വീകരിക്കുന്നുള്ളത്. എന്തായാലും വലിയ തോതിൽ CPM-ന് ഇടുത്തി പോലെ വന്നിട്ട് വീണിട്ടുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ. അത് എങ്ങോട്ട് പോകുമെന്നുള്ളത് ഇപ്പൊ പറയാം. മാസപ്പടി വിവാദത്തിൽ എന്തായാലും വീണ വിജയനെതിരെ ED ഘടിപ്പിച്ചിട്ടുണ്ട്, മൊഴികളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് AKG സെന്ററുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ പാർട്ടിയിലെ മറ്റ് പ്രമുഖരിലേക്കും കൂടി വിരൽ ചൂണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, ആദ്യം സൂചിപ്പിച്ചതുപോലെ പണമിടപാട് നൽകിയത് പാർട്ടിക്കാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ CPM കേരളത്തിൽ പൂർണ്ണമായി ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലെത്തില്ലേ? തീർച്ചയായിട്ടും പാർട്ടിക്കാണ് ഈ പണം കൊടുത്തത് എന്നാണ് പറയുന്നതെങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്കാണ് പോണത്, വലിയ ദുരന്തത്തിലേക്കാണ്. അതുകൊണ്ടാണ് വീണയുടെ പണം എങ്ങോട്ട് പോയി എന്ന് പരിശോധിക്കണമെന്ന് പറയുന്നത്. പിണറായി വിജയനുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് കൊടുത്തതെന്ന് കർത്താവ് പറയും. പിണറായി വിജയൻ എന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണോ എന്നുള്ളതാണ് ചോദ്യം. അല്ലാണ്ട് വെറുതെ സൗഹൃദത്തിനാണ് 2.25 കോടി രൂപ കൊടുക്കില്ലല്ലോ സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക്. അപ്പോ പിണറായി വിജയൻ പാർട്ടി മുഖ്യമന്ത്രി എന്ന നിലയിൽ, മുഖ്യമന്ത്രി എന്ന നിലയിലാണോ കൊടുത്തത്? ഇനി അതല്ല പാർട്ടി എന്ന് പറയുന്ന പേരിലാണോ കൊടുത്തത്? ഈ ചോദ്യങ്ങളുണ്ട്. പാർട്ടി എന്ന പേരിലാണ് ഇത് കൊടുത്തതെങ്കിൽ പാർട്ടിക്ക് ഇതിലും വലിയ നാണക്കേടാണ്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിഞ്ഞ് അദ്ദേഹത്തിനെ ഒഴിവാക്കിയാൽ ചിലപ്പോൾ കുറെ രക്ഷപ്പെടും. പക്ഷെ പാർട്ടിക്കാണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയായിരുന്നു കൊണ്ട് പിണറായി വിജയൻ പാർട്ടിക്ക് ഫണ്ട് സമ്പാദിക്കാൻ ഈ പറഞ്ഞ വളഞ്ഞ വഴി, പാർട്ടിക്ക് വേറെ സമ്പാദിക്കാമല്ലോ, പാർട്ടിക്ക് സംഭാവന വാങ്ങാലോ. പാർട്ടിക്ക് സംഭാവന വാങ്ങുകയാണെങ്കിൽ അത് രഹസ്യമല്ലല്ലോ. ഇപ്പൊ പല പാർട്ടി നേതാക്കന്മാരും വാങ്ങിയിട്ടുണ്ടെന്ന് പറയും. അവര് പറയുന്നു, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ പേര് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ റെസീറ്റും കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കണക്ക് കാണിച്ചിട്ടുണ്ട്, തീർന്നു. ഇവിടെയും പാർട്ടിക്ക് കൊടുത്തു, പാർട്ടി കണക്ക് കാണിച്ചിട്ടുണ്ടോ? പാർട്ടിക്ക് കൊടുത്തു എന്നുള്ള ഇതുവരെ വന്നിട്ടില്ലല്ലോ. പാർട്ടിക്ക് വീണ വിജയൻ 2.25 കോടി രൂപ പാർട്ടിക്ക് കൊടുത്തു എന്നാണ് പറയണമെങ്കിൽ പിന്നെ പാർട്ടിയുടെ കണക്കിൽ അതുണ്ടോ വേറെ രീതിയിലൊക്കെ വരും. പക്ഷെ അത് വരുമോ? അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? അങ്ങനെ വന്നാൽ പാർട്ടിക്ക് അത് വളരെ മോശമല്ലേ? സംഭാവന മേടിക്കുന്ന പോലെ അല്ലല്ലോ ഇത്, കള്ളത്തരത്തിൽ പണം മേടിക്കുന്നല്ലേ. സംഭാവന മേടിക്കുന്ന നമുക്ക് മനസ്സിലാക്കാം, പലരും സംഭാവന കൊടുക്കുന്ന ചില താല്പര്യം കൊണ്ടും ആവാം, അല്ലാന്ന് പറയുന്നില്ല. പക്ഷേ അതിനേക്കാൾ പ്രധാനമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഈ രണ്ടും വേണം. ഇത് പാർട്ടിക്ക് പോയിട്ടുണ്ടെങ്കിൽ പാർട്ടി ഇതെങ്ങനെ വെച്ചു, 2 മുഖ്യമന്ത്രി എന്ന നിലയിൽ കരിമണൽ കർത്താവിന് ഏതെങ്കിലും വിധത്തിലുള്ള സൗജന്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ അഴിമതിയാണ്. അത് അഴിമതി നിരോധന നിയമത്തിൽ പെടുന്നതാണ്. ഇതും വേറെ അർത്ഥത്തിൽ അഴിമതി നിരോധന നിയമത്തിൽ പെടുന്നതാണ്. കാരണം മുഖ്യമന്ത്രിക്ക് പണം കൊടുത്തു എന്നാണ്, മുഖ്യമന്ത്രിക്ക് പണം കൊടുത്തു എന്നാണ് ഈ കർത്താവ് പറയണത്. അത് ഈ വീണ വഴിക്ക് കൊടുത്തു. ഞാൻ ഒരാൾക്ക് പണം കൊടുക്കുന്നത് അയാൾ വഴിയോ ഇയാൾ വഴിയോ അയാൾക്ക് കിട്ടിയാൽ മതിയല്ലോ. ഒരുപക്ഷെ പാർട്ടിക്കാർ വഴി കൊടുത്താൽ പിണറായി വിജയന് കിട്ടില്ല എന്നുണ്ടെങ്കിലോ, പിണറായി വിജയന് നേരിട്ട് കിട്ടണമെങ്കിൽ വീണ വഴിക്ക് കൊടുക്കണം എന്നാണെങ്കിലോ, പാർട്ടിക്ക് കൊടുത്താൽ സംഭാവനയായി പോയെങ്കിലോ, അതിന് വേറെ കണക്ക് കാണിക്കേണ്ടി വന്നെങ്കിലോ. അപ്പൊ തീർച്ചയായിട്ടും വല്ലാത്തൊരു കുരുക്കിൽ ഇതുണ്ട്. പാർട്ടി ഇതിന് എങ്ങനെ തലയൂരുന്നുള്ളത് പാർട്ടിക്ക് വലിയ പ്രതിസന്ധിയാവും. കാരണം പാർട്ടിക്ക് പിണറായി വിജയനെ വെച്ചുകൊണ്ട് എത്ര കാലം മുമ്പോട്ട് പോകാൻ കഴിയും എന്ന വലിയൊരു ചിന്ത സാധാരണ പാർട്ടി പ്രവർത്തകരുടെ ഉള്ളിലുണ്ട്. അത് എങ്ങനെ മറികടക്കും എന്നതാണ് കേരളം നേരിടുന്ന രാഷ്ട്രീയ ചോദ്യം. രണ്ടാമത്, ED ഇനി ഏതെങ്കിലും ഇതിൽ കേസ് മുമ്പോട്ട് പോകുന്നില്ല. പല കേസുകളും ED അങ്ങനെ ചെയ്തിട്ടില്ലേ? ED അവിടെ വെച്ച് അവസാനിപ്പിക്കാം. അത് ഏതെങ്കിലും കോംപ്രമൈസ് ആവാം. ആ കോംപ്രമൈസിൽ ED അവസാനിപ്പിച്ചാൽ തീർച്ചയായും അത് CPM BJP ഡീലിന്, പ്രത്യേകിച്ചും പിണറായി പ്രതിപക്ഷ നേതാവായിരിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി സൗജന്യം ചെയ്യുന്നുവെങ്കിൽ അത് വലിയ തോതിലുള്ള പ്രതിസന്ധി അവർക്ക് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.